ഞങ്ങളുടെ അമ്മയുടെ മുമ്പിൽ ഹൃദയത്തോടി ചേർത്ത് മാനസാന്തര അനുഭവമില്ലാത്ത, നവീകരണം അനുഭവമില്ലാത്ത ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധ ത്രിത്വത്തിന് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, അപ്പോസ്തലന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് അത്ഭുതങ്ങളുടെ ലക്ഷ്യത്തെ കുറിച്ചാണ്. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. യേശു ക്രിസ്തു അത്ഭുതങ്ങളുടെ രാജാവാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും ഒരുപാട് ദൈവികമായ അത്ഭുതങ്ങൾ സ്വീകരിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ പങ്കുവെക്കാനായിട്ടുണ്ട്. എന്നാൽ ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ അത്ഭുതങ്ങളുടെ ലക്ഷ്യം എന്താണ്? എന്തിനാ കർത്താവ് ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നത്? നമ്മൾ 2 സ്തോത്രം പറഞ്ഞ് 4 ഹല്ലേലൂയ പറഞ്ഞ് കുറച്ച് വ്യക്തികളുടെ മുൻപിൽ കർത്താവിനെ സൗഖ്യമാക്കി, എന്നെ വിടുവിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തി അവസാനിപ്പിക്കാനുള്ളതാണോ ഈ അത്ഭുതങ്ങൾ? നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ കർത്താവ് ഈ അത്ഭുതങ്ങൾ ചെയ്യുന്നതിന്റെ പ്രധാനമായ ലക്ഷ്യം, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ ലക്ഷ്യം ദൈവജനത്തിന്റെ മാനസാന്തരമാണ്. നമ്മൾ ഓരോരുത്തരും യഥാർത്ഥ കൺവർഷനിലേക്ക് വരുവാനാണ് ഈ നാളുകളിൽ കർത്താവ് അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ തന്റെ വചനത്തെ സ്ഥിരീകരിച്ച് തന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ആവോളം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തന്റെ പരസ്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന നാളുകളിൽ താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങളായിരുന്നു കൊറാസിൻ, ബെത്സയിദ എന്ന് തുടങ്ങുന്ന സ്ഥലങ്ങൾ. എന്നാൽ ആ സ്ഥലത്തിലെ മനുഷ്യര് മാനസാന്തര അനുഭവത്തിലേക്ക്, പശ്ചാത്താപത്തിലേക്ക് വരാത്തത് കൊണ്ട് ആ പട്ടണങ്ങളെ നോക്കി കർത്താവ് ശാസിക്കാൻ തുടങ്ങിയെന്നാ പറയുന്നത്. അപ്പൊ അത്ഭുതങ്ങളുടെ പുറകിലുള്ള ദൈവത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ മാനസാന്തരമാണ്. മാനസാന്തരം സംഭവിക്കാതെ നമ്മൾ എന്തോരം കർത്താവിനെ സ്തുതിച്ചാലും, നമ്മുടെ ജീവിതത്തിൽ ഒരു മാനസാന്തര അനുഭവം ഇല്ലാതെ നമ്മൾ കർത്താവിനെ ആരാധിച്ചാലും, എന്തുമാത്രം ദൈവാനുഭവങ്ങൾ നമ്മൾ അനേകരുടെ പങ്കുവെച്ചാലും കർത്താവിന്റെ ഹൃദയം അതിലൊന്നും യഥാർത്ഥത്തിൽ ആനന്ദിക്കുന്നില്ല എന്നാണ് ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോസ്തല പ്രവർത്തനത്തോട് നിങ്ങൾ വരിക. 9-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള വചനങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ് അപ്പോസ്തലൻ തന്റെ അപ്പോസ്തലിക സന്ദർശനത്തിനായി ലിദ, സേറോൺ എന്ന് പറയുന്ന സ്ഥലങ്ങളിലോട്ടെല്ലാം കടന്നു വരികയാണ്. ലിദ എന്ന് പറയുന്ന സ്ഥലത്തിലൂടെ എത്തിക്കഴിഞ്ഞപ്പോൾ 8 വർഷമായി അവിടെ തളർവാദം പിടിപെട്ട് എഴുന്നേൽക്കുവാൻ കഴിയാതെ ശാരീരികമായി തളർന്നു പോയ ഒരു പാവപ്പെട്ട മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ആ മനുഷ്യന്റെ പേര് ഐനിയാസ് എന്നായിരുന്നു. അവിടുത്തെ ജനങ്ങൾ ഐനിയാസിനെ കുറിച്ചുള്ള കാര്യം പത്രോസ് അപ്പോസ്തലനോട് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പത്രോസ്ലീഗ പരിശുദ്ധാത്മ നിറവിൽ, അഭിഷേകത്തിൽ തളർന്നു കിടക്കുന്ന ഐനിയാസിന് അടുത്ത് ചെന്നുകൊണ്ട് പറഞ്ഞു: ഐനിയാസേ, യേശു ക്രിസ്തു നിന്നെ സുഖപ്പെടുത്തുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്ക ചുരുട്ടുക. വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടനെ തന്നെ അവൻ എഴുന്നേറ്റു. പരിശുദ്ധാത്മാവ് അത്ഭുതത്തിന്റെ അഭിഷേകമായി, സൗഖ്യത്തിന്റെ ആത്മാവായി ഐനിയാസിനുമേൽ വ്യാപരിച്ചു. തളർച്ച മാറി, അവന്റെ ശരീരം ബലപ്പെടാൻ തുടങ്ങി. ശോഷിച്ചു പോയ, ബലമില്ലാത്ത
അവന്റെ കണങ്കാലുകൾ പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ചുവെന്ന് ദൈവത്തിന്റെ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്നാൽ എന്താ അവിടെ സംഭവിച്ചെന്നറിയോ? ഉടനെ അവൻ എഴുന്നേറ്റിരുന്നു. 35-ാം വചനത്തിൽ വചനം വെളിപ്പെടുത്തുകയാണ്, ലിദിയായിലെയും സാറോണിലെയും സകല ജനങ്ങളും ഐനിയാസിനെ കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. ഹല്ലേലൂയ! പ്രിയ സഹോദര സഹോദരി, ഇതാണ് അത്ഭുതത്തിന്റെ ലക്ഷ്യം. അത്ഭുത സൗഖ്യം പ്രാപിച്ച, അത്ഭുത വിടുതൽ പ്രാപിച്ച ഐനിയാസിനെ കണ്ട് ലിദായിലെ സാറോണിലെ സകല മനുഷ്യരും കർത്താവിലേക്ക് തിരിഞ്ഞെന്ന് പറഞ്ഞാൽ അവർ മാനസാന്തര അനുഭവത്തിലേക്ക് വന്നു. അവർക്കൊരു കൺവേർഷൻ ഉണ്ടായി. അവർ അവരുടെ ജീവിതങ്ങളെ സമ്പൂർണമായും കർത്താവിനായി സമർപ്പിച്ചു. ഈ വചനം നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ഒരു സംഭവം എന്റെ മനസ്സിലോട്ട് കടന്നു വരിക. വർഷങ്ങൾക്ക് മുൻപ് എന്റെ വളരെ വലിയൊരു സ്നേഹിതൻ, തികച്ചും അവൻ നിരീശ്വരവാദിയായിരുന്നു. എന്നാൽ അനേക പ്രേരണ നിമിത്തവും ഒത്തിരി വ്യക്തികളുടെ പ്രാർത്ഥന മുഖാന്തരവും വർഷങ്ങൾക്ക് മുൻപ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടുവാൻ കർത്താവ് അവനെ കൃപ നൽകി. അങ്ങനെ ധ്യാനത്തിനായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു ചെന്നു. അവിടെ നടക്കുന്ന വചന ശുശ്രൂഷയെയും സാക്ഷ്യങ്ങളെയും മറ്റ് ആത്മീയ ശുശ്രൂഷകളെല്ലാം കളിയാക്കി അതിന്റെ പോരായ്മകൾ കണ്ടുപിടിച്ച് എന്നിട്ട് വേണം ധ്യാനം കഴിഞ്ഞ് പുറത്തു വന്ന് ദിവ്യൻ ധ്യാന കേന്ദ്രത്തെയും ആത്മീയ ശുശ്രൂഷകളെയും പ്രത്യേകിച്ച് കരിസ്മാറ്റിക് നവീകരണത്തെയെല്ലാം കളിയാക്കാൻ, പുച്ഛിക്കാൻ എന്നുള്ള തീരുമാനത്തോടെ അവൻ തുറന്നു ശുശ്രൂഷകളൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ധ്യാനം 2-3 ദിവസം കഴിഞ്ഞു. 4-ാം ദിവസത്തിലോട്ടെത്തി. 4-ാം ദിവസം രാത്രിയിലുള്ള പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ടുള്ള സൗഖ്യ പ്രാർത്ഥനയാണ്. ഈ സമയത്ത് ഒരു 20-22 വയസ്സ് പ്രായമുള്ള മറ്റൊരു ചെറുപ്പക്കാരൻ, പോളിയോ വന്ന് വർഷങ്ങളായി തളർന്നു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവന്റെ അടുത്ത് കിടപ്പുണ്ട്. പ്രിയമുള്ളവരെ, ഇവൻ വചനം കേൾക്കുമ്പോഴും കർത്താവിനെ ആരാധിക്കുമ്പോഴൊക്കെ ഈ ഇവനിൽ വല്ല മാറ്റം വരുന്നുണ്ടോ ഇവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവൻ ഈ ധ്യാനത്തിനിടയ്ക്ക് ഒരു കാര്യം കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഈ പോളിയോ ബാധിച്ച് തളർന്നു കിടക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഇവൻ എഴുന്നേറ്റ് നടക്കുകയാണെങ്കിൽ യേശു ക്രിസ്തുവേ, നീ ജീവിക്കുന്ന ദൈവമാണെന്നും നീയാണ് സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനെന്നും നീ ഇന്നും ജീവിക്കുന്ന ദൈവപുത്രനാണെന്നും ഞാൻ വിശ്വസിക്കുകയും അനേക ആയിരങ്ങളോട് ഞാൻ ഇത് പ്രഘോഷിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു ഉറച്ച തീരുമാനം അവനെടുത്തു. ഈ തീരുമാനം കർത്താവ് കണ്ടു. നമ്മുടെ കർത്താവ് സകല രഹസ്യങ്ങളും അറിയുന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ! പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആ രാത്രി ആരാധന ശുശ്രൂഷയുടെ സമയത്ത് ആയിരങ്ങൾ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, ആയിരങ്ങൾ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ ആ മെയിൻ ഹാളിലേക്ക് സ്വർഗം വിട്ടിറങ്ങി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അനേക ആയിരങ്ങളുടെ മേൽ ദൈവശക്തി പ്രകടമായി വെളിപ്പെടാൻ തുടങ്ങി. രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിച്ചു. പിശാച് കെട്ടിവെച്ച ബന്ധനത്തിന് കെട്ടുകൾ പൊട്ടാൻ തുടങ്ങി. കുടുംബ തകർച്ചകൾ അനുഭവിക്കുന്ന കുടുംബങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വന്നു. ഈ അത്ഭുത നിമിഷങ്ങളിൽ വർഷങ്ങളായി പോളിയോ ബാധിച്ച് തളർന്നു കിടന്ന ആ ചെറുപ്പക്കാരിലേക്ക് ദൈവശക്തി വ്യാപരിച്ചു, അഭിഷേകം വ്യാപരിച്ചു. ഐനിയാസിനെ എഴുന്നേൽപ്പിച്ച അതേ കർത്താവ് ഈ ചെറുപ്പക്കാരനെ എഴുന്നേൽപ്പിച്ചു. അവന്റെ ശോഷിച്ച കണങ്കാലുകൾ ശക്തിപ്പെട്ടു. ഹല്ലേലൂയ! ഇത് കണ്ടുകൊണ്ട് നിന്ന എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ, അവൻ അറിയാതെ കരമുയർന്നു, അവൻ അറിയാതെ സ്വരമുയർന്നു, അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ പറഞ്ഞു, യേശു ക്രിസ്തുവേ, നീ ജീവിക്കുന്ന ദൈവമാണ്, നീ സാക്ഷാൽ ദൈവപുത്രനാണെന്ന് പറഞ്ഞ് അവൻ വിശ്വസിച്ചു. അവനൊരു യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് വന്നു. അവന്റെ പാപശീലങ്ങൾ ഉപേക്ഷിച്ച് അവൻ അവന്റെ ജീവിതത്തെ കർത്താവിനായി സമർപ്പിച്ചു. ഇന്ന് കേരള സഭയിൽ വലിയ അഭിഷേകത്തോടെ ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശുശ്രൂഷകനായി, യുക്തിവാദിയായ, നിരീശ്വരവാദിയായ, ദൈവനിഷേധിയായ എന്റെ ആ സഹോദരന്റെ ജീവിതത്തെ കർത്താവ് എടുത്തുയർത്തി. ഹല്ലേലൂയ! അത്ഭുതത്തിന് ലക്ഷ്യം അതാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ മാനസാന്തരം ഇതാ സംഭവിക്കേണ്ടത്. ലിദായിലെയും സാറോണിലെയും ജനങ്ങൾ കർത്താവിലേക്ക് തിരിഞ്ഞു. അതുവരെ അവർ ലോകത്തിലേക്ക് തിരിഞ്ഞിരുന്നത്, പാപത്തിലേക്ക് തിരിഞ്ഞിരുന്നത്, അശുദ്ധിയിലേക്ക് തിരിഞ്ഞിരുന്നത്. എന്നാൽ അത്ഭുതങ്ങൾ അവർ അനുഭവിച്ചപ്പോൾ, അത് നേരിട്ട് കണ്ട് തിരിച്ചറിഞ്ഞപ്പോൾ കർത്താവിലേക്ക് തിരിഞ്ഞു. ഇതാണ് ദൈവം ഇന്ന് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഹല്ലേലൂയയും നമ്മുടെ സ്തുതിപ്പും ഇതൊക്കെ നല്ല കാര്യമാണ്.
പക്ഷെ ജീവിതത്തിൽ മാനസാന്തരം വരാതെ അത്ഭുതത്തിന് പുറകെ ഓടിയാൽ, അത്ഭുതങ്ങൾ ലക്ഷ്യം വെച്ചാൽ അത് ശരിയായ ഒരു ആധ്യാത്മികതയല്ല എന്ന് തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മ പഠിപ്പിക്കുക. ഞാൻ ഇത് ചുമ്മാ പറയല്ല, വചനത്തിന് അടിസ്ഥാനമുണ്ട്. ദിസ് ഈസ് ദി വേർഡ് ഓഫ് ഗോഡ്. വചനം എന്താ നമ്മോട് പറയുന്നത്? നിങ്ങൾ യോഹന്നാൻ സുവിശേഷത്തിലോട്ട് വരിക. അവിടെ 2-ാം അധ്യായം 23-24 വചനങ്ങളിൽ വചനം വെളിപ്പെടുത്തുകയാണ്. പെസഹ തിരുനാളിന് കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ കണ്ട് അനേകർ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. എന്നാൽ യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെല്ലാം അറിഞ്ഞിരുന്നു. എന്താ ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്? അനേകർ അത്ഭുതങ്ങൾ കണ്ട്, അടയാളങ്ങൾ കണ്ട്, യേശുവേ നീയാണ് ദൈവം, നീയാണ് ദൈവപുത്രൻ എന്നൊക്കെ സാക്ഷ്യപ്പെടുത്തി കർത്താവിന് മഹത്വം കൊടുത്തു. എന്നാൽ വചനം പറയാണ് യേശു അവരെ ഒന്നും വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെ അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ യേശുവിന് മനസ്സിലായി ഇവർ യഥാർത്ഥത്തിൽ മാനസാന്തര അനുഭവത്തിലേക്ക് വന്നിട്ടില്ല. ഒരു കൺവേർഷൻ ഇവർക്ക് ഉണ്ടായിട്ടില്ല. ഇവർ ആഴമായ ഒരു അനുതാപത്തിലേക്ക് വന്നിട്ടില്ല. സ്വന്തം താല്പര്യങ്ങൾക്കും വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ എന്റെ പുറകെ വരുന്നത്, ഇവർ എന്നിൽ വിശ്വസിക്കുന്നത് എന്ന് സർവജ്ഞാനിയായ കർത്താവ് മനസ്സിലാക്കി. പ്രിയ സഹോദര സഹോദരി, കർത്താവിൽ നിന്ന് നീ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കർത്താവ് നിന്നോട് പറയുന്ന കാര്യം ഇതാ: ഞാൻ അത്ഭുതം ചെയ്യാം, പക്ഷേ നീ യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് വരണം. അത്ഭുതങ്ങളുടെ ഒന്നാമത്തെ ലക്ഷ്യം ദൈവജനത്തിന്റെ മാനസാന്തരമാണ്. നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു രൂപപ്പെടണം. നമ്മുടെ ജീവിതങ്ങൾ കർത്താവിനായി സമർപ്പിക്കണം. 2-ാമത്തെ ലക്ഷ്യം ദൈവമഹത്വം വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ കാണുവാൻ കഴിയും. ലാസർ മരിക്കാറായി കിടക്കുന്നു എന്നുള്ള വാർത്ത യേശു അറിഞ്ഞപ്പോൾ തന്റെ പ്രിയപ്പെട്ടവരെ നോക്കി കർത്താവ് പറയുന്ന കാര്യമാണ്: ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവമഹത്വത്തിനും ദൈവമഹത്വം വെളിപ്പെടുവാനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയാണിത്. അത്ഭുതങ്ങളുടെ 2-ാമത്തെ ലക്ഷ്യം എന്താണ് സഹോദര? ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ. നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, ഞാൻ നിങ്ങളുമായിരിക്കുന്ന ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തുവാനാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായേ? യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 45-ാം വചനത്തിൽ പറയുകയാണ്: മറിയത്തിന്റെ അടുക്കൽ നിന്നിരുന്ന യഹൂദരിൽ വളരെ പേർ യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ട് അവനിൽ വിശ്വസിച്ചു. കാരണം ദൈവമഹത്വം വെളിപ്പെട്ടു. 4 ദിവസം മുമ്പ് മരിച്ചുപോയ ലാസർ, അവന്റെ ശരീരമൊക്കെ ചീഞ്ഞളിഞ്ഞിരിക്കുക. എന്നാൽ ലാസറെ നീ പുറത്തു വരിക എന്ന് കർത്താവായ യേശു അവനെ നോക്കി വിളിച്ചു പറഞ്ഞപ്പോൾ ആ വചനം അവനിൽ അത്ഭുതകരമായി പ്രവർത്തിക്കുകയും ഒരു സാധാരണ മനുഷ്യനെ പോലെ ശവകുടീരം വിട്ട് അവൻ പുറത്തു വരികയും ചെയ്തു. ഈ ദൈവ പ്രവൃത്തി കണ്ടു കഴിഞ്ഞപ്പോൾ അനേകർ യേശു ക്രിസ്തു വിശ്വസിക്കാനിടയായി. ദൈവമഹത്വം വെളിപ്പെടുമ്പോൾ സംഭവിക്കുന്ന അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ മാനസാന്തരമാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിൽ കാണാൻ പറ്റും. കർമ്മേൽ മലമുകളിൽ ഏലിയ ബലിപീഠം പണിത് അവൻ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ആ ബലിവസ്തു ദഹിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അത് കണ്ടുകൊണ്ട് നിന്ന് അനേകമായിരങ്ങള് സത്യദൈവത്തെ മറന്ന് ബാൽദേവിന്റെ പുറകെ പോയി, അക്ഷേര ദേവിയുടെ പുറകെ പോയി, വിഗ്രഹാരാധനയിലും വ്യഭിചാരത്തിലും മ്ലേച്ഛകരമായ ജീവിതത്തിലും കഴിഞ്ഞിരുന്ന ആ ജനത, ഇസ്രായേൽ ജനത മുഴുവൻ ദൈവമഹത്വം വെളിപ്പെട്ടപ്പോൾ, ഈ അത്ഭുതം ദർശിച്ചു കഴിഞ്ഞപ്പോൾ അവർ സാഷ്ടാംഗം വീണ് കർമ്മൽ മലയിൽ അവർ സ്വരമുയർത്തി പ്രഖ്യാപിച്ചു: കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. ഈ പ്രഖ്യാപനം എപ്പോഴാണ് ഉണ്ടായത്? ദൈവമഹത്വം കണ്ടപ്പോൾ, ഈ അത്ഭുതം അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടപ്പോൾ. പ്രിയ ദൈവമക്കളെ, ഈ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അത്ഭുതങ്ങളുടെ ലക്ഷ്യം ഒന്ന് മാനസാന്തരമാണ്, 2 അത് ദൈവമഹത്വം വെളിപ്പെടുത്തുവാനാണ്. ഈ വലിയ തിരിച്ചറിവോടെ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി നമുക്ക് കർത്താവിനെ സമർപ്പിക്കാം. അത്ഭുതങ്ങൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോഴും അത്ഭുതങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും
അതിനുവേണ്ടി നമ്മൾ ധ്യാനങ്ങളും കൺവെൻഷനുകളും ഒക്കെ പങ്കെടുക്കുമ്പോൾ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. പക്ഷെ ലക്ഷ്യം തെറ്റരുത്, ലക്ഷ്യം മാനസാന്തരമാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു തിരിച്ചറിവോടെ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനായി സമർപ്പിക്കാം. തുടർന്ന് വരുന്ന ആരാധന ശുശ്രൂഷയിൽ ഒരു അഭിഷേകം നമുക്ക് സ്വീകരിക്കാം. കർത്താവ് അതിനായി നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങേയ്ക്കാരാധന. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങേയ്ക്കാരാധന. മഹത്വപൂർണനായ ദൈവം ദിവ്യ കാരുണ്യമായി നമ്മെ അനുഗ്രഹിക്കുവാനും വിശുദ്ധീകരിക്കുവാനുമായി ഈ സമയം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇന്നത്തെ ആരാധനയിൽ പ്രത്യേകമായി ദൈവവചനം കേട്ടിട്ടും ഒരുപാട് ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുത്തിട്ടും മാനസാന്തര അനുഭവമില്ലാത്ത എല്ലാ പ്രിയപ്പെട്ടവരുടെയും വിശുദ്ധീകരണത്തിനു വേണ്ടി ഈ സമയം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും ദിവ്യകാരുണ്യ തിരുമുൻപിലേക്ക് നമുക്ക് യാചനാപൂർവം തുറന്നു പിടിക്കാം. ഇത് വിമോചനത്തിന്റെ സമയമാണ്. ഇത് സൗഖ്യത്തിന്റെ മണിക്കൂറുകളാണ്. വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും ചില വ്യക്തികളിൽ ഒരു മാറ്റവും കാണുന്നില്ല. അതുപോലെ നിരാശപ്പെട്ട് വേദനിച്ചിരിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ, നിങ്ങളുടെ വിഷമതകളും ദുഃഖങ്ങളും വിഷമിപ്പിക്കുന്ന സകല ഭാരങ്ങളും ഈ സമയം കർത്താവിനെ തിരുമുൻപിലേക്ക് ഉയർത്ത് ഈശോയെ കുടുംബങ്ങളിലൂടെ അങ്ങ് ഉലാത്തണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. വചനം കേട്ടിട്ടും ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുത്തിട്ടും യാതൊരു ദൈവാനുഭവം ഇല്ലാതെ പാപത്തിന്റെ വഴിയിൽ, മ്ലേച്ഛതയിൽ, ലോകത്തിന്റെ വെറിക്കൂത്തുകളിൽ, പാപത്തിന്റെ അടിമത്തത്തിൽ ജീവിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഒരു അഭിഷേക കരങ്ങൾ വെച്ച് അവരെ വിടുവിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക. ഇത് അനേകം ജീവിതങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കുന്നു. മക്കളെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ, ഇതാ ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ അത്ഭുത ശക്തി നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ പ്രവർത്തിക്കണമേ. പാപത്തിന്റെ അടിമത്തത്തിൽ ജീവിക്കുന്ന അനേകം ആയിരങ്ങളെ ഈ സമയം കർത്താവേ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ വചനത്തെ സ്ഥിരീകരിക്കണമേ. ഈശോയെ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി.